എൻ്റെ പേര് ജിബിൻ. എൻ്റെ വീട് തങ്കിയിലാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ അമ്മ, അപ്പൻ, എനിക്ക് 2 ചേട്ടന്മാരാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ വീടായിരുന്നു. ഞങ്ങൾക്ക് വീട് പണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. വീട് പണി കിട്ടി, വീട് പണി നടന്നു. അതുപോലെ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ ജോലി കിട്ടി. പിന്നെ എൻ്റെ ചേട്ടൻ സെമിനാരിയിലാണ്. ഇപ്പം ചേട്ടനിപ്പോൾ ഡീക്കനാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഓർഡിനേഷനായി വരുന്നു. അതുപോലെ രണ്ടാമത്തെ ചേട്ടൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചേട്ടന് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. രണ്ടാമത്തെ ചേട്ടന് ജോലിയായി. അപ്പച്ചൻ മദ്യപിക്കുമായിരുന്നു. അപ്പച്ചൻ്റെ മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപാനം മാറി. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം നല്ല രീതിയിൽ ഫീൽ ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു PSC ജോലി ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു, പഠിച്ചു. അപ്പം മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു. ആ ടൈമിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. മാതാവിനോട് നല്ലോണം പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛൻ്റെ അടുത്ത് വന്നു തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നായിരുന്നു. അപ്പം കാശ് രൂപത്ത് ഞാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കാശ് രൂപം എൻ്റെ കൊന്തയിലോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എക്സാം വന്നു. അച്ഛൻ അന്ന് തല കയ്യിൽ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞായിരുന്നു, നിനക്ക് ഈ വർഷം തന്നെ ഒരു ജോലി കിട്ടും. ഞാൻ 2022 ഉടമ്പടി എടുത്തത് അമ്മച്ചി. അപ്പോൾ 2022 ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ആ എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി വന്നു. എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ലോണം പഠിച്ചു. പക്ഷേ എനിക്ക് ഒരു സമയം കിട്ടിയില്ല എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ആ എക്സാം അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്താണ് ഇത്ര പ്രാർത്ഥിച്ച് നല്ല ഭക്തിയോടെ നിന്നു, മാതാവിനെ കൈവിട്ടു എന്നുള്ള രീതിയിലൊരു ഡിപ്രഷൻ പോലെ എനിക്ക് വന്നു. അപ്പം വിശ്വാസം അവിടെ ചെറുതായിട്ട് കുറഞ്ഞു. എനിക്ക് വിശ്വാസം കുറഞ്ഞു, പ്രാർത്ഥനയിലുള്ള തീവ്രത കുറഞ്ഞു. അപ്പം മനസ്സും ഒരുമാതിരി സങ്കടമായി, ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനുശേഷം എനിക്ക് അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. ഇവർ രണ്ടുപേരും പ്രാർത്ഥന നല്ല രീതിയിൽ പ്രാർത്ഥിക്കും, എന്നെ പ്രാർത്ഥനയിലേക്ക് നയിക്കും. ആ രീതിയിലാണ്. അപ്പം അമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, പുതുക്കാൻ വേണ്ടിയിട്ട് വന്നു. പുതുക്കാൻ വേണ്ടിയിട്ട് കൃപാസനത്തിൽ വന്നു. അപ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അത് പോയി, ഇനി അടുത്തൊരെണ്ണം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ എറണാകുളം ഒരു ഹോസ്പിറ്റലിൽ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞടാ, ഇന്ന എക്സാം ഒരു SSCയുടെ എക്സാം വരുന്നുണ്ട്, SSC GD എന്ന് പറഞ്ഞിട്ടൊരു എക്സാം വരുന്നുണ്ട്, നീ അത് വെക്ക്, നമുക്ക് പോയത് പോട്ടെ, അടുത്ത പിടിക്കാം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ വെക്കാം എന്ന രീതിയിൽ വെച്ചു. ഞാൻ ആദ്യം പഠിച്ച എക്സാമിൻ്റെ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയായിരുന്നു ഈ എക്സാമും. അപ്പം ഞാൻ ഒന്നാമത് ഡിപ്രസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഓക്കെ എഴുതാം, അറിയാവുന്ന കാര്യമല്ല, എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പോയി എഴുതി. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. വെറുതെ എഴുതി. തലേദിവസം കുറച്ച് മാത്രം നോക്കി, ഒരു പ്രതീക്ഷയില്ലായിരുന്നു, വെറുതെ പോയി എഴുതി. ഞാൻ എപ്പോഴും എക്സാമിന് കൊണ്ടുപോകുന്ന പോലെ തന്നെ ആ കാശ് രൂപം ഞാൻ എൻ്റെ കൊന്തയിൽ അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു പോയത്. ഞാൻ എക്സാം എഴുതി. എനിക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. ഈ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ ടൈം കിട്ടി. എല്ലാ ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ ആൻസർ കീ വന്നു. ആൻസർ കീ വന്നപ്പോഴത്തേക്കും എനിക്കൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി. ഇത് പോരും എന്നുള്ള രീതിയിൽ പ്രതീക്ഷ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ പതിയെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ദൈവകൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോസ്പിറ്റൽ ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി എനിക്ക് ഓടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇത് എഴുത്ത് പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ളത് ഫിസിക്കലാണ്. 3 ഘട്ടമായിട്ടാണ്. അപ്പം അടുത്തത് ഫിസിക്കലാണ്. ഫിസിക്കലിന് വേണ്ടി ഞാൻ എങ്ങനെ ഒരുങ്ങണം, ആ രീതിയിൽ ഞാൻ ആ ഗ്രൗണ്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കും വലിയൊരു ഗ്രൗണ്ടാണ്. എന്നെപ്പോലെ തന്നെ വേറെ ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്കും ആൾക്കാരായിട്ട് ഞാൻ കമ്പനിയായി. ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്ത് 5 കിലോമീറ്റർ 24 മിനിറ്റിലാണ് ഓടിയെത്തേണ്ടത്. അപ്പം
എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കൊറോണ വന്നായിരുന്നു. കൊറോണ വന്നതിന് ശേഷം എനിക്ക് ശ്വാസം മുട്ടും അല്ലെങ്കിൽ എന്താ കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾ കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 5 കിലോമീറ്റർ 24 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടും, പക്ഷേ 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരൂടെ പ്രയാസമേറിയ കാര്യമായിരുന്നു. അപ്പം ഞാനവിടെ പ്രാക്ടീസ് ചെയ്തു. രാവിലെ പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു റൊട്ടീനിൽ അങ്ങനെ പോവുമായിരുന്നു. അതിനുശേഷം വീണ്ടും പണി കിട്ടിക്കൊണ്ടേയിരിക്കുക. ഓരോന്ന് കഴിയുമ്പോഴും പണിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫിസിക്കലിന് എക്സാം വന്നത്, ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറയുന്നത് എന്താ നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഫിസിക്കലിന് പോയപ്പോഴത്തേക്കും അവിടെ കയറ്റം ഇറക്കുക. നമ്മളതൊന്നും ശീലിച്ചിട്ടില്ല, നമുക്കറിയില്ല. അപ്പം മനസ്സ് വീണ്ടും ഇതായി, എങ്ങനെ ആ കയറ്റം കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ ക്ഷീണിക്കുമോ, അല്ലെങ്കിൽ എനിക്കിത് പരിചയമില്ല, ടയേർഡാവോ, കിട്ടത്തില്ല, ടൈമിലെത്തത്തില്ല എന്നുള്ളൊരിതിൽ വന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ക്യൂവിൽ നിൽക്കുമ്പോഴും എല്ലാം മാതാവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ 10 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പേടി വരുമ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ടേൺ വരുമ്പോഴത്തേക്കും ഞാനൊന്നും എല്ലാം മാതാവിന് സമർപ്പിച്ചുകൊണ്ടിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ തുടങ്ങി. അത് വിജയത്തിലെത്തി. അതിനുശേഷം അടുത്തത് മെഡിക്കല്. ഫിസിക്കൽ കഴിഞ്ഞു, മാതാവിൻ്റെ കഴിവുകൊണ്ട് ഫിസിക്കൽ പാസ്സായി. അടുത്തത് മെഡിക്കലാണ്. അപ്പം മെഡിക്കൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ പല്ലിനൊക്കെ പ്രശ്നമുള്ളതാണ്. അപ്പം അടുത്തത് പല്ലാണ്, മെഡിക്കലാണ്. എനിക്ക് പല്ലിന് കേടുണ്ടായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു. ദൈവകൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തത്. അപ്പോഴത്തേക്കും കയ്യിൽ പൈസ ഇല്ല, പല്ലൊക്കെ റെഡിയാക്കണം, കേടൊക്കെ മാറ്റണം, ആ രീതിയിലായിരുന്നു. അപ്പം പല്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് അഡ്വാൻസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ പല്ലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കുറച്ച് പൈസ ഇനി കൊടുക്കാനുണ്ട്. അപ്പം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഫിസിക്കലിന് പോയി, മെഡിക്കലിന് പോയി. അവിടെ ചെന്ന് ഞാൻ പല്ലിന് പുറത്താക്കുമെന്ന് ഓർത്തു, പക്ഷേ പല്ലിന് പുറത്താക്കിയില്ല. പേടിച്ചിരിക്കുവാണ്. പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ ടെസ്റ്റിൽ എനിക്ക് കാണാം, പക്ഷെ ഞാൻ പേടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു ആളായിരുന്നു എക്സാം ചെയ്യാൻ വേണ്ടി ഇരുന്നേച്ചത്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എൻ്റെ പേരെന്താന്ന് ചോദിച്ചു. സാധാരണ പുറത്താക്കുന്ന ആൾക്കാരുടെ പേരാണ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു, നമ്പർ പറഞ്ഞു. ഓക്കെ, എൻ്റെ അവിടെ എന്തോ എഴുതി, എന്നെ മാറ്റി അങ്ങോട്ട് നിർത്തി. അപ്പം തന്നെ വീണ്ടും പണിയാണ് വരുന്നത്, അടുത്ത പണിയാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൂളായിട്ടിരുന്ന് ഞാൻ സ്വർഗസ്നാ ചൊല്ലാൻ തുടങ്ങി. മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു, മെഡിക്കലെല്ലാം കഴിഞ്ഞു, ബാക്കിയെല്ലാം ക്ലിയർ ആയിരുന്നു. കണ്ണിൻ്റെ മാത്രമേ എനിക്കൊരു ചെറിയൊരു പേരൊക്കെ എഴുതി. ഞാൻ പേടിച്ചിരിക്കുക, കിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരെഴുതി അവിടെ എഴുതിയവർ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലിസ്റ്റ് പറയാൻ നേരത്ത് കുറച്ച് പേരെ മാത്രം വിളിച്ച് മാറ്റി നിർത്തി. അതിൽ ഞാനില്ല. അപ്പം ഇല്ല, ഇപ്പം കിട്ടിയില്ല എന്ന് ഉറപ്പായി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക. മാറ്റി നിർത്തിയ ആൾക്കാരാണ് ഔട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം എത്രയൊക്കെ കടമ്പകൾ ഉണ്ടായിട്ടും മാതാവ് എൻ്റെ കൂടെ നിന്നു. എത്രയൊക്കെ വിശ്വാസം കുറഞ്ഞിട്ടും എൻ്റെ കൂടെ നിന്നു. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് മാതാവിനെ ഉറപ്പായിട്ടും വിട്ടുകളയാൻ തോന്നാത്തത്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി. ജിബിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ വ്യക്തിപരമായിട്ടുള്ളൊരു വിശ്വാസ ജീവിതത്തിൽ ഇപ്പം ഈ പറഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഉടമ്പടിയുടെ വെളിച്ചത്തിൽ എന്ത് മാറ്റമാണ് നിനക്ക് പേഴ്സണലായിട്ടുണ്ടായത്? നമ്മൾ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനക്കാണ് നമ്മൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും വളരെ വ്യത്യാസമാണ്. ഞാൻ പണ്ട് പ്രാർത്ഥിക്കില്ലായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത് നല്ലൊരു കൃപാസനത്തിൽ വന്നതിന് ശേഷം, മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന കൂടാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകന് ലഭിച്ച
ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഒരു 23 വയസ്സുള്ളൊരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതാണ് എടുത്ത് ചോദിച്ചത്. ദൈവം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവൻ ആവശ്യം ഒരു ദൈവാനുഭവമാണ്. അത് ഈ ഒരു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് ജോലി കിട്ടുക എന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശക്തി ലഭിക്കുമെന്നുള്ള ഒരു വലിയൊരു ബോധ്യം ഈ മകൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ വ്യക്തമായിട്ട് പറയാനുണ്ട്. എപ്പോൾ ടെൻഷൻ വന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പം അപ്പോൾ പ്രാർത്ഥനയിൽ ശക്തി ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യം വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ജോലി കിട്ടിയെന്നതിനേക്കാൾ. അതിന് പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ ആദ്യം അച്ഛനെ വന്ന് കണ്ടു എന്നാണ് പറയുന്നത്. അച്ഛൻ ജോലി കിട്ടുമെന്ന് പറയുന്നു, PSC ജോലി കിട്ടണില്ല. അപ്പം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴും വീട്ടിൽ അമ്മയും കുടുംബമൊക്കെ പ്രാർത്ഥിച്ച് കൂടെയുണ്ട്. അപ്പോഴും വേണമെങ്കിൽ ട്രാക്ക് മാറി ഓടാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുമ്പോഴെങ്കിലും വിശ്വാസത്തിലും ഒക്കെ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് അൾത്താരയിൽ വന്ന് അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിന് ഇപ്പം ഞാൻ വിട്ടെന്ന് തോന്നുന്നെങ്കിൽ അമ്മ എന്നെ വിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കടന്നുപോയ സാഹചര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ മകൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പേരപ്പത്തച്ച് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്നും വിശ്വാസത്തിൽ ആഴപ്പെടട്ടെ എന്നും ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ ഈ യുവാവിൻ്റെ ജീവിതം ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തിന് കരങ്ങളടിച്ച് നന്ദി പറയാം.